കൂട്ടുകാരെ, നമുക്കറിയാം പ്രകൃതി ദുരന്തങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് ഈയിടെയായി നിസ്സഹായരായ ഒട്ടനവധി മനുഷ്യരെ കണ്ണീരിലാഴ്ത്തിയ, ഒട്ടനവധി കുടുംബങ്ങളെ കണ്ണീരിലാഴ്ത്തിയ വയനാട് ദുരന്തമായിരിക്കും. വയനാട് ദുരന്തത്തിൻ്റെ ശാസ്ത്രീയമായ കാരണങ്ങൾ നാം എല്ലാവരും പത്രമാധ്യമങ്ങളിലൂടെയും നവമാധ്യമങ്ങളിലൂടെയും ഒക്കെ കണ്ടും കേട്ടുമൊക്കെ അറിഞ്ഞതായിരിക്കും. എന്താണ് പ്രകൃതി ദുരന്തങ്ങൾ? പ്രകൃതി ദുരന്തങ്ങൾ മനുഷ്യൻ തന്നെ വരുത്തി വെക്കുന്നതാണോ? ഈ ഒരു ചോദ്യത്തിന് ഉത്തരം അതേ എന്നായിരിക്കും ഞാനും നിങ്ങളും പറയുക. കാരണം ഒരു വെള്ളപ്പൊക്കം ഉണ്ടാകുന്നത് എങ്ങനെയാണ്? വെള്ളപ്പൊക്കം ഉണ്ടാകുന്നത് പണ്ടത്തെ കാലത്തൊക്കെ മഴവെള്ളത്തിന് കെട്ടിക്കിടക്കാൻ വേണ്ടി ഒട്ടനവധി തണ്ണീർത്തടങ്ങളും കുളങ്ങളും കായലുകളും ഒക്കെ, ഒരുപാട് ജലാശയങ്ങളുമൊക്കെ, വയലുകളും ഒരുപാട് ജലാശയങ്ങളുമൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു പണ്ടൊക്കെ എന്ന് പറയുന്നത്. ആ ഒരു സ്വർഗതുല്യമായ കാലഘട്ടത്തെ നശിപ്പിക്കുകയും തണ്ണീർത്തടങ്ങളും വയലുകളും ഒക്കെ ജനസംഖ്യാ വർധനവിൻ്റെ ഭാഗമായി നികത്തി അവിടെ പാർപ്പിടങ്ങളും മറ്റ് കെട്ടിടങ്ങളുമൊക്കെ പണിയാൻ സർക്കാർ പോലും അനുമതി നൽകുന്ന ഒരു സാഹചര്യം ഈയിടെയായി ഉണ്ടായിട്ടുണ്ട്. ഇന്ത്യയിലെ ജനസംഖ്യ 150 കോടിയിലധികം കവിഞ്ഞിരിക്കുകയാണ് എന്ന് നമുക്കറിയാം. മനുഷ്യൻ്റെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാനുള്ളതെല്ലാം ഈ ഭൂമിയിലുണ്ട്. പക്ഷേ മനുഷ്യൻ്റെ അത്യാഗ്രഹങ്ങൾക്ക് ഉള്ളതില്ല താനും. നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ വാക്കുകൾ ഈ വേളയിൽ ഞാൻ ഓർമ്മിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഈയിടെയാണ് അദ്ദേഹത്തിൻ്റെ ആ വാക്കുകളുടെ അർത്ഥം നമ്മൾ പൂർണ്ണമായും മനസ്സിലാക്കുന്നത്. പ്രകൃതി ദുരന്തങ്ങൾ എന്ന് പറയുമ്പോൾ മനുഷ്യൻ പ്രകൃതിയോട് കാണിക്കുന്ന ക്രൂരതകൾക്ക് പ്രകൃതി മറുപടി നൽകുന്നതാണ്. ഉദാഹരണത്തിന് ഞാൻ നേരത്തെ പറഞ്ഞ വെള്ളപ്പൊക്കവും, അതുപോലെ തന്നെ ഇപ്പോൾ ഒരു കുന്നിൻ്റെ മുകളിൽ ഒരു മരമുണ്ടെങ്കിൽ നമ്മുടെ പ്രാഥമിക ആവശ്യങ്ങൾക്ക്, നമ്മുടെ വീട് കെട്ടാനും അതുപോലെ തന്നെ അത്യാവശ്യമായ കെട്ടിടങ്ങൾ പണിയാനുമൊക്കെ നമ്മൾ മരങ്ങളും മരത്തിൻ്റെ തടികളുമൊക്കെ ഉപയോഗിക്കുന്നതാണ് സ്വാഭാവികമായി. പക്ഷേ മനുഷ്യൻ്റെ അത്യാഗ്രഹങ്ങൾ മൂലം, മനുഷ്യൻ്റെ ആവശ്യങ്ങൾ കൂടുന്നതിനനുസരിച്ച്, മനുഷ്യൻ്റെ അത്യാഗ്രഹങ്ങൾ മൂലം നമ്മൾ കുന്നിൻ ചെരുവിലുള്ള ഒരു മരം മുറിക്കുകയാണ് എന്ന് കരുതുക. ക്രമേണയായി അതിൻ്റെ തായ്വേര് പടലങ്ങൾ നശിച്ചു പോകുകയും ഒരു ശക്തമായ മഴ വരുമ്പോൾ, നമുക്കറിയാം കുന്ന് എന്ന് പറയുന്നത് വലിയൊരു ജലസംഭരണിയാണ്, പ്രകൃതിയിലെ ഒരു ജലസംഭരണിയാണ് കുന്ന് എന്ന് നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയാണ്. ശക്തമായ ഒരു മഴയും കാറ്റും ഒരുമിച്ച് വരുമ്പോൾ കുന്നിലെ മണ്ണും ജലവും അപ്പാടെ ജനവാസ മേഖലകളിലേക്ക്, കുന്നിൻ ചെരുവിലുള്ള ജനവാസ മേഖലകളിലേക്ക് ഒലിച്ചിറങ്ങുകയും അത് വലിയൊരു ഉരുൾപൊട്ടലായി, മണ്ണൊലിച്ചിലായി മാറുകയും ചെയ്യുന്ന സന്ദർഭങ്ങൾ നാം കണ്ടിട്ടുണ്ട്. മനുഷ്യൻ തന്നെയാണ് പ്രകൃതി ദുരന്തങ്ങൾ വരുത്തി വെക്കുന്നത് എന്ന കാര്യം നമുക്ക് ഓരോരുത്തർക്കും അറിഞ്ഞിരുന്നിട്ടും, പക്ഷേ നമ്മൾ ഓരോരുത്തർക്കും, ഇവിടെ ഇരിക്കുന്ന ആൾക്കാർ പോലും അതിന് കൃത്യമായ ഒരു പരിഗണന നൽകുന്നില്ല എന്നത് സത്യമായ കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ പ്രകൃതി ദുരന്തങ്ങളെക്കുറിച്ചും മനുഷ്യൻ പ്രകൃതിയോട് കാണിക്കുന്ന ക്രൂരതകളെക്കുറിച്ചും പലർക്കും കൃത്യമായൊരു അവബോധം ഇല്ല എന്നതും പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാവാനുള്ള ഒരു കാരണം തന്നെയാണ്. ഞാനിപ്പോൾ പറഞ്ഞു വരുന്നത്, നാം മനുഷ്യർ തന്നെയാണ് പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാക്കി വെക്കുന്നത്. പ്രകൃതിയെ നോവിക്കുകയും പ്രകൃതി നമുക്ക് തിരിച്ച് ഒരു മറുപടി നൽകുകയും ചെയ്യുമ്പോൾ നമുക്ക് തന്നെ അത് ഒരു വിനയായി മാറുന്ന ഒട്ടനവധി സന്ദർഭങ്ങൾ നാം കണ്ടിട്ടുണ്ട്. ഇനിയും മരിക്കാത്ത ഭൂമി, നിന്നാസന്ന മൃതിയിൽ നിനക്കാത്മശാന്തി എന്ന ONV കുറുപ്പിൻ്റെ വരികളാണ് ഈ ഒരു വേളയിൽ എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത്. ഭൂമിയെ നമ്മൾ ഒരിക്കലും നോവിക്കാൻ പാടില്ല. നമ്മുടെ ഭൂമിയെ നമ്മൾ തന്നെ കാത്തു രക്ഷിച്ചുകൊണ്ട് നമ്മുടെ സ്വന്തം നാടിനെ, നമ്മുടെ ശരീരത്തെ നമ്മളെ എങ്ങനെയാണോ നമ്മൾ കാക്കുന്നത്, അതേപോലെ തന്നെ നമ്മുടെ ഭൂമിയെയും നമ്മുടെ സ്വന്തം നാടിനെയും കാത്തുരക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങളുടെ നല്ല വശങ്ങൾ മാത്രം നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം എന്നുകൂടി പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം.